നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ TDPയെ ഒപ്പം നിർത്താൻ BJP. ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കും. 6 വർഷം മുന്നെയാണ് TDP NDA ബന്ധം ഉപേക്ഷിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് വീണ്ടും ചർച്ചകൾ സജീവമായത്. കഴിഞ്ഞ ദിവസം TDP അധ്യക്ഷനും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു, അമിത്ഷാ, BJP അധ്യക്ഷൻ JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ നാട്ടുകാർ വഴിയിൽ തടഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ MP ഇടപെടില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് പിന്നാലെ മഞ്ചേശ്വരം സന്ദർശനത്തിനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനടുത്ത് രാഗം ജംഗ്ഷനിലാണ് നാട്ടുകാർ തടഞ്ഞത്. ഇനി കായിക വാർത്ത. ഇംഗ്ലണ്ടുമായുള്ള അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ യുവതാരങ്ങളായ സർഫറാസ് ഖാൻ, ധ്രുവ് ജുറേൽ എന്നിവരുടെ പുറത്താക്കലുകൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ. രണ്ടുപേരും പുറത്തായ രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 5-ാമനായി ഇറങ്ങിയ സർഫറാസ് 56-ഉം 7-ാമനായി കളിച്ച ജുറേൽ 15 റൺസെടുത്താണ് പുറത്തായത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.